ഇനി ഹദ്ദാദിൽ നമ്മൾ ചൊല്ലുന്നത് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ അവസാനത്തെ 3 സൂറത്തുകളാണ്. അതിൽ ഒന്നാമത്തേത് സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം. സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാം. അത് 10 ജുസ്ഇന്റെ സമാനമാണ്. ഖുർആനിന്റെ 1/3 ഭാഗത്തിനോട് സമാനമാണ് 2 വരിയിൽ ഒതുങ്ങുന്ന പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹുവിനെ പറ്റിയാണ് അതിൽ വിവരിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ പറ്റി ഞങ്ങൾക്ക് വിവരിച്ചു നൽകണേ എന്ന് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹു തന്നെ മറുപടിയായി ഇറക്കി കൊടുത്ത ഒരു സൂറത്ത് കൂടിയാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതിൽ അള്ളാഹു ആരാണ് എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ അണ്ടർലൈൻ ചെയ്യേണ്ടത്, ഈ ഒരു ടൈമിൽ ഡിസംബർ 25 കഴിഞ്ഞ് ന്യൂ ഇയറിന്റെ ആഘോഷപ്പിറവി കാത്തിരിക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ലം യലിദ് വലം യൂലദ്. പഠിച്ച റബ്ബ് അള്ളാഹിനെ പരിചയപ്പെടുത്താണ്. അള്ളാഹു താല വാലിദുമല്ല, അള്ളാഹു മൗലൂദുമല്ല. ആരുടെയും പിതാവല്ല, ആരുടെയും കുട്ടിയുമല്ല. മനുഷ്യപുത്രിയിൽ ദൈവം പുത്രനായി ജനിച്ചു എന്നുള്ള വിശ്വാസം ഒരിക്കലും ഇസ്ലാമികമല്ല. ലം യലിദ് വലം യൂലദ്. ഒറ്റ വരിയിൽ നമുക്കത് മനസ്സിലാക്കാം, അത് ഗണ്ണിക്കാം, അത് നിരാകരിക്കാം. പരിശുദ്ധമായ സൂറത്ത് ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെടാനോ അതിൽ സന്തോഷിക്കുവാനോ ഒരു വകുപ്പില്ല. കാരണം ശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനത്തിന്റെ നേർവിപരീതമാണ്, ഷിർക്കിന്റെ പ്രചരണമാണ്. ഒരു പുത്രൻ അല്ലെങ്കിൽ മനുഷ്യന് ഒരു ദൈവം പുത്രനായിട്ട് ജനിച്ചു എന്നുള്ളത് അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതവിടെ നിൽക്കട്ടെ. ഏതായാലും സൂറത്തുൽ ഇഖ്ലാസ് അത് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം. പാപങ്ങൾ പുറക്കപ്പെടാൻ, സ്വർഗത്തിൽ ഒരു നിർമ്മിതി കിട്ടാൻ ഒക്കെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അത് ഫലവത്താകും, അത് കിട്ടും, ലഭിക്കും. അതേപോലെ മുഅവ്വിദത്തൈനിയോടൊപ്പം പരിശുദ്ധമായ ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ദ്വാരക്കുമ്പോൾ പോലും ഈ സൂറത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ ഇസ്മുകളെ കൊണ്ട് ദ്വാരുന്നാൽ ആ ദ്വാ പോലും അള്ളാഹുവിന്റെ ഇസ്മുൽ അഅ്ലം കൊണ്ട് ദ്വാ ചെയ്യുന്നത് പോലെയാണ്. ആ ദ്വാഇനെ യുഅദ്ദു സുആലൻ ബിൽ ഇസ്മിൽ അഅ്ലം. ഇസ്മുൽ അഅ്ലം കൊണ്ടുള്ള ദ്വായായിട്ടാണ് എണ്ണപ്പെടുന്നത്. പല സഹാബികൾ അങ്ങനെ ദ്വാരുന്നിട്ടുണ്ട്. അഷ്ഹദു അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദു സമദുല്ലദീ ലം യലിദ് വലം യൂലദ്. ഖുൽ ഹുവല്ലാഹു അഹദിൽ പറയുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത് വെച്ചിട്ട് ദുആരക്കാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്നി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഞാൻ ഒരു മുസ്ലിമാണ് എന്നതുകൊണ്ട്, അഥവാ നീയല്ലാതെ മറ്റൊരു ആരാധനയില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. നീയല്ലാതെ ആരാധനില്ല, ആരാധനക്കർഹനില്ല എന്ന് പറയുമ്പോൾ ആരാണ് നീ? അൽ അഹദ്, നീ ഏകനാണ്. അസ്സമദ്, നീ നിരാശ്രയനാണ്. മറ്റുള്ളവരെ നീ ആശ്രയിക്കാത്തവനും മറ്റുള്ളവരൊക്കെയും നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നവനാണ് നീ. അതാണ് സമദ്. അല്ലദീ ലം യലിദ് വലം യൂലദ്, പിതാവല്ല കുട്ടിയല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, തുല്യനായി ഒരാളും തന്നെയില്ല. അതാണ് നീ. ഇങ്ങനെ ആ ദുആഇന്റെ വാക്യത്തിൽ ആ സ്വഹാബി വര്യൻ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ദ്വാരക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ ശരിവച്ചു. ഇസ്മുൽ അഅ്ലം കൊണ്ടാണ് ദുആ ചെയ്തത് എന്ന് പറഞ്ഞു. ഇസ്മുൽ അഅ്ലം കൊണ്ടുള്ള ആ ദുആ തള്ളപ്പെടുകയില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ ഈ സൂറത്ത് പതിവാക്കണം. ഒരു സഹാബി വര്യനെ മസ്ജിദ് ഖുബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാമത്ത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. ആ ഇമാമത്ത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചപ്പോൾ ആ സഹാബി വര്യൻ എല്ലാ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാം. എന്നിട്ട് ഇഖ്ലാസ് കഴിഞ്ഞിട്ട് വേറൊരു സൂറത്ത് ഇങ്ങനെ ഓതും.
ഇതിങ്ങനെ പതിവായപ്പോ സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ ഇമാമിക്കുമ്പോ എല്ലാ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാണ്, എന്നിട്ടാണ് വേറെ സൂറത്ത് ഓതോളൂ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിനോട് തന്നെ ആ വിഷയം ചോദിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ചോദിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ സഹാബി വരെ പറഞ്ഞു റളിയല്ലാഹു അൻഹു, വേറെ ഒന്നല്ല നബിയെ, എനിക്ക് ആ സൂറത്തിനോട് വല്ലാത്ത ഇഷ്ടമാണ്, സൂറത്തുൽ ഇഖ്ലാസിനോട് വല്ലാത്ത ഇഷ്ടമാണ്, അള്ളാഹിനെ പറ്റി പറയുന്ന സൂറത്തല്ലേ, അതെനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ്, അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലക്കൽ ജന്ന, സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള നിന്റെ ഇഷ്ടം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന്. സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇസ്മിനെ സ്നേഹിക്കലാണ്, അള്ളാഹുവിനെ സ്നേഹിക്കലാണ്. ഖുർആനിനോടുള്ള മൊത്തത്തിലുള്ള ഇഷ്ടം തന്നെ അത് സ്വർഗപ്രവേശനത്തിന്റെ കാരണമാണ്. അതിൽ തന്നെ പ്രത്യേകിച്ച് സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള ഇഷ്ടം അത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മെ, നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ വല്ലിപ്പമാർ, വല്ലിമ്മമാർ, ഉസ്താദുമാർ, സ്നേഹിതന്മാർ, നമ്മിൽ ജീവിച്ചിരിക്കുന്നവർ, മരണപ്പെട്ടവർ ഏവരെയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ.